ഈ ഒരു വീഡിയോ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും മടിയായതാണ് അവിടെ വെച്ചിരുന്നതാണ്. നമ്മളിപ്പോൾ ഒരുങ്ങിയിട്ട് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെ ഒരു മുത്തപ്പൻ്റെ തറ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മളീ പോകുന്നത്. ഈ ഒരു വഴിക്കാണ് കേട്ടോ. ഈ ഒരു വഴിയും താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലം എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വിചാരിക്കും ഈ കാട്ടിക്കൂടാണോ കയറി പോകുന്നതെന്ന്. അങ്ങനെയല്ല കേട്ടോ, വെളിച്ചം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നല്ല നിരപ്പൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതാ ഒരു വീട് നിറച്ച് സ്റ്റാർ. എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ നമ്മുടെ ലിയോ ഇവിടെ ഹായ് പറയുന്നുണ്ട്. ലിയോയ്ക്ക് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഹായ് ടാറ്റ ഉമ്മ എന്നൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓനിങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ തന്നെ ഓടി വരും. ചിലപ്പോൾ സ്റ്റാൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തിട്ട് പോകും. ഇതൊക്കെയാണ് ഇവൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ നമ്മുടെ മുത്തപ്പൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഇവിടെ തറ കുറച്ച് നേരമായി തുടങ്ങിയിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു 7 മണി 7:30 ആ ഒരു ടൈമിലാണ് വന്നത്. കുറേ ആൾക്കാർ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്, കുറച്ച് പേര് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം നമ്മുടെ മുത്തപ്പനെ കാണാം. ഇനി മുത്തപ്പൻ എല്ലാവരും അനുഗ്രഹിക്കുന്ന സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ക്യൂ നിന്നിട്ടാണുള്ളത്. നമ്മുടെ കൈവെള്ളം പിടിച്ചിട്ട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയും. അതിനാണ് എല്ലാവരും ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിക്കുന്നത്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോനത് ആ മുത്തപ്പൻ്റെ മുന്നിൽ, ഞാൻ വിചാരിച്ച് ഇവന് പേടിയായതുകൊണ്ട് മുന്നിലേക്ക് പോകില്ലെന്ന്. അവനൊരു പേടിയില്ലായിരുന്നു. അപ്പോൾ അവൻ ക്യൂ ഇല്ലാണ്ട് മുന്നിൽ പോയി പൈസ എല്ലാം കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് താടി പിടിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അവൻ എന്നെ കണ്ടത് ഇവിടെ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി അമ്മേൻ്റെ അടുത്തും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, വിഷമിക്കേണ്ട, മംഗളകർമ്മങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ദൈവം പറഞ്ഞ പോലെ ആ മംഗളകർമ്മം നടക്കട്ടെ. അപ്പോൾ നടക്കുമ്പോൾ എന്തായാലും തീർച്ചയായും അതൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ പിന്നെ എന്നോടും ദൈവം പറഞ്ഞു, വന്നതും നല്ലത് വരാനിരിക്കുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു ദൈവമാണെന്ന് തന്നെ ഞാൻ ഈ തലശ്ശേരി വന്നപ്പോഴാണ് അറിയുന്നത്. അതിന് മുന്നേ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല. ഒന്നാമത് ഞാൻ ക്രിസ്ത്യനാണ്, പിന്നെ എൻ്റെ ഇടയ്ക്ക് ഞാൻ കൊല്ലംകാരിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫോൺ വെച്ച് കൊടുത്ത് ലിയോനെ ഒന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഓൻ ഇരിക്കില്ല, ഓടും. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം നമ്മൾ ഫോൺ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ അവനങ്ങനെ ഫോണും കാണലില്ല. പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഫോൺ വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും കറിയെല്ലാം വന്നിട്ടുണ്ട്. സാമ്പാർ, തക്കാളിക്കറി, അച്ചാർ, വറവ് എന്നിവയായിരുന്നു ഐറ്റങ്ങൾ. സാമ്പാർ രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഈ അമ്പലത്തിലെ ഭക്ഷണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടുത്തെ കറിയൊക്കെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ എത്തിയിട്ടുണ്ട്. ഈ പായസം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എവിടെയെല്ലാം നോക്കി ഇരുന്ന് തിന്നുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചോറെല്ലാം കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവന്മാർക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീമും കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. കാരണം പനിയൊക്കെ ആയിരുന്നു. വേറെ കളിപ്പാട്ടങ്ങളൊന്നും ഇവന്മാർക്ക് വേണ്ടായിരുന്നു. ബലൂൺ മാത്രം മതിയായിരുന്നു. ഇതിപ്പോൾ എത്ര നേരത്തേക്കെന്നൊന്നും അറിയത്തില്ല. പോകുന്നിടത്തോളം പോട്ടെ. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ബൈ.